നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് റൂൾസ് ഫോർ ഫൈൻഡിങ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത് കംപ്ലീറ്റ് സൊല്യൂഷനിൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതിന് കംപ്ലീറ്റ് സൊല്യൂഷനിൽ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, ഒന്ന് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലംസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പെർട്ടിക്കുലർ ഇൻ്റഗ്രലാണ്. അപ്പോൾ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യനിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് 0 അല്ല, പകരം ഒരു എക്സിലുള്ള ഒരു ഫംഗ്ഷനാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത് റൂൾസ് ഫോർ ഫൈൻഡിങ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു റൈറ്റ് സൈഡ് 0 ആയിരിക്കും. ടു സോൾവ് ദ ഇക്വേഷൻ റൈറ്റ് സൈഡ് 0 വരുമ്പോഴത്തേക്കാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റൈറ്റ് സൈഡിൽ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ ഇൻ്റഗ്രലിലൂടെ കണ്ടുപിടിക്കേണ്ടി വരും. സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്. നമ്മൾ ആദ്യം സിംബോളിക് ഫോമിൽ എഴുതുന്നു. സിംബോളിക് ഫോമിൽ എഴുതിയിട്ട് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത് 1 നമ്മുടെ സിംബോളിക് ഫോം ഇൻറ്റു എക്സ്. 1 ഇവിടുത്തെ സിംബോളിക് ഫോം ഇൻറ്റു എക്സ്. ഇവിടെ നമുക്ക് 1-2 കേസസ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് വെൻ എക്സ് ഈസ് ഈക്വൽ ടു e⁻⁴ ഫോം, അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് e⁻⁴ ഫോമിലാണെന്നുണ്ടെങ്കിൽ ദെൻ 1 f(d) എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചായിരുന്നു. ഈ ഓക്സിലറി ഇക്വേഷൻ അഥവാ സിംബോളിക് ഫോമിനെയാണ് നമ്മൾ f(d) എന്ന് ഇത്രയും വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം f(d) ഇൻ സം പോളിനോമിയൽ ആയതുകൊണ്ട് f(d) ഇൻറ്റു e⁻⁴ വിച്ച് ഈസ് ഈക്വൽ ടു 1 f(a) ഇൻറ്റു e⁻⁴ എന്ന് എഴുതുന്നു. അതായത് ഡിക്ക് പകരം എയിൽ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. f(a) ഈക്വൽ ടു ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇനി ഡിനോമിനേറ്റർ 0 ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? സപ്പോസ് f(a) 0 ആയിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? x² ഇൻറ്റു 1 നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. വേറെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താവാൻ പാടില്ല? 0 ആകാൻ പാടില്ല. സപ്പോസ് ഇൻ കേസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ അഗെയിൻ x². അപ്പോൾ x² ഇൻറ്റു 1 f'(a) ഇൻറ്റു e⁻⁴. ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എങ്ങനെയാണ്? ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് d² + 5d + 6 × y = e⁻⁴. അപ്പോൾ പ്രോബ്ലം കാണുമ്പോൾ തന്നെ അറിയാം റൈറ്റ് സൈഡ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ആൻഡ് e⁻⁴ ഫോമിലാണ്. അപ്പോൾ e⁻⁴ സ്ഥാനത്താണ് e⁻x വന്നിരിക്കുന്നത്, വിച്ച് ഇംപ്ലൈസ് a എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന f(d) എന്ന് പറയുന്നത് d² + 5d + 6. So particular integral is equal to 1 d² + 5d + 6 into e⁻⁴ പകരം e⁻x. ഇനി എന്ത് ചെയ്യുക? ഇവിടെ കിട്ടിയ എയുടെ വാല്യൂ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പുട്ട് d = 1 വരുമ്പോൾ d² + 5d + 6 എന്താവും? 1² + 5 + 6 ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 5 + 6 11, 11 + 1 12. സോ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1/12 ഇൻറ്റു e⁻x, അതായത് e⁻x/12. ഇങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് t + 2 ഇൻറ്റു d - 1 2 ഇൻറ്റു y = e⁻⁻2x + 2 sin hx. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ എക്സിൻ്റെ ഫോമിൽ ഒരു e⁻ പവറും ഉണ്ട്, വേറൊരു ഫംഗ്ഷനും ഉണ്ട്, പക്ഷേ എക്സിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്. സോ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു 1 ഇവിടുത്തെ ഡിയിലുള്ള d + 2 ഇൻറ്റു d - 1 2 ഇൻറ്റു റൈറ്റ് സൈഡ് എക്സ് e⁻⁻2x + 2 sin hx എന്ന് എഴുതാം. ഇനി sin hx എന്ന് പറയുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. sin hxൻ്റെ ഡെഫിനിഷൻ വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്നത് e⁻x - e⁻x/2. അപ്പോൾ അതിന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 d + 2 ഇൻറ്റു d - 1 2 ഇൻറ്റു e⁻⁻2x + 2 ഇൻറ്റു sin hxന് പകരം e⁻x - e⁻x/2. സോ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് 1 d + 2 ഇൻറ്റു d - 1 2 ഇൻറ്റു e⁻⁻2x + e⁻x - e⁻x. നെക്സ്റ്റ് നമുക്കിതിനെ ബ്രാക്കറ്റിനകത്തോട്ട് ഇടാം. അപ്പോൾ 1 d + 2 ഇൻറ്റു d - 1 2 ഇൻറ്റു e⁻⁻2x
plus 1 by d plus 2 into d minus 1 the whole square into e raised to x minus 1 by d plus 2 into d minus 1 the whole square into e raised to minus x. അപ്പോൾ നമുക്കിവിടെ 3 ടേംസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് 1 by d plus 2 into d minus 1 the whole square into e raised to minus 2x. ഇവിടെ എയുടെ സ്ഥാനത്ത് എത്രയാണ്? -2. അപ്പോൾ പുട്ട് d ഈക്വൽ ടു -2, ഡിക്ക് -2 കൊടുക്കുക. അപ്പോൾ d plus 2 into d minus 1 എന്ത് വരും? -2 കൊടുക്കും. -2 plus 2 into -2 minus 1. ആദ്യത്തേത് തന്നെ 0. അപ്പോൾ ഇത് മൊത്തത്തിൽ 0. ഡിനോമിനേറ്റർ 0 ആകാൻ പാടുണ്ടോ? ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. സോ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഏത് ടേമാണ് നമുക്ക് 0 ആയി പോകുന്നത്? d plus 2 ആണ് 0 ആയി പോകുന്നത്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. d by d of d plus 2 എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ തിയറിയുടെ സമയം പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x² അല്ല x ആണ്. x ഇൻറ്റു 1 ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു x വേണം ഇൻറ്റു 1 ബൈ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു ഇ റൈസ് ടു എ എക്സ്. പക്ഷേ ഇവിടെ ഒരാളുടെ ഡെറിവേറ്റീവേ നമ്മൾ 0 ആയി പോകുന്നുള്ളൂ. മറ്റേത് 1 ബൈ d minus 1 the whole square അവിടെ തന്നെ കിടക്കും. എഗെയിൻ ഡിക്ക് എന്ത് കൊടുക്കുക? -2. അപ്പോൾ x ഇൻറ്റു ഇ റൈസ് ടു -2x ഇൻറ്റു 1 ബൈ -2 minus 1 the whole square. -2 minus 1 എന്ന് പറയുന്നത് 3 ആണ്. 3² എന്ന് പറയുന്നത് 9. സോ എക്സ് ഇ റൈസ് ടു -2x ബൈ 9 എന്ന് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x ഇ റൈസ് ടു -2x ബൈ 9. ഓക്കെ, അടുത്ത രണ്ടാമത്തേത് 1 ബൈ d plus 2 ഇൻറ്റു d minus 1 the whole square ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് വരുമ്പോൾ എയുടെ സ്ഥാനത്ത് എത്രയാണ്? 1 ആണ്. സോ എ ഈക്വൽ ടു 1. അപ്പോൾ ഡിക്ക് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ d plus 2 ഇൻറ്റു d minus 1 the whole squareൽ d plus 2ൽ d plus 2 വരെ 1 plus 2 ഇൻറ്റു 1 minus 1 വരും. 1 minus 1 വരുമ്പോൾ ഇത് മൊത്തത്തിൽ എന്തായിപ്പോൾ 0. അപ്പോൾ അത് 0 ആകുന്ന ടേം എന്ന് പറയുന്നത് d minus 1 the whole square ആണ് 0 ആകുന്നത്. സോ അയാളുടെ ഡെറിവേറ്റീവ് എടുക്കുക. d by dd of d minus 1 the whole square. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x raised to n ഫോമിൽ n into x raised to n minus 1. ഇനി എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതിന് മുമ്പ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 ബൈ d plus 2 അതേപോലെ ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x വരും ഇൻറ്റു നമ്മുടെ ഇ റൈസ് ടു എക്സ് വരും ഇൻറ്റു നമ്മളിപ്പോൾ ഡെറിവേറ്റീവ് എടുത്ത 1 ബൈ 2 ഇൻറ്റു d minus 1. എഗെയിൻ നമ്മൾ എന്ത് കൊടുക്കും? ഡിക്ക് 1 കൊടുക്കും. അപ്പോൾ ഡിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ പിന്നെ എന്തായി പോകും? 1 minus 1 0 ആയി പോകും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് അതായത് ഇപ്പോൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 0 ആയി പോകുന്നു. എഴുതി ആ സമയം കളയുന്നതിന് പകരം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്നതിലോട്ട് ഡിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എഗെയിൻ 0 ആകുന്നു. അപ്പോൾ 0 ആകുമ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ ഡെറിവേറ്റീവ് എടുക്കണം. എഗെയിൻ d² ബൈ d² ഓഫ് d minus 1 the whole square is equal to ഇതിനൊന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. 2 ഇൻറ്റു ഡിയുടെ ഡെറിവേറ്റീവ് 1 1 0. സോ 2 വന്ന് കേട്ടോ. അപ്പോൾ 2 കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇവിടെ ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു 1 ബൈ d plus 2. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നത് കൊണ്ട് x² ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2. ഇനി എന്ത് ചെയ്യുക? ഡിക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 ബൈ 1 plus 2 x² e raised to x by 2. 1 plus 2 എന്ന് പറയുന്നത് 3 into 2 6 which is equal to x² e raised to x by 6. സോ സെക്കൻഡ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് x² e raised to x by 6. ഇനി ഇതുപോലെ മൂന്നാമത്തത് കൂടിയുണ്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത് 1 ബൈ d plus 2 ഇൻറ്റു d minus 1 the whole square e raised to minus x. അപ്പോൾ e raised to minus xൽ ഇവിടെ a എന്ന് പറയുന്ന സ്ഥാനത്ത് -1 ആണ്. സോ ഡിക്ക് -1 കൊടുക്കുക which is equal to 1 by -1 plus 2 ഇൻറ്റു -1 -1 the whole square e raised to minus x which is equal to 1 by 2 minus 1 1 into -1 -1 -2 -2 into square 4 e raised to minus x which is equal to e raised to minus x by 4. അപ്പോൾ നമുക്ക് ഈ മൂന്നായിട്ട് സോൾവ് ചെയ്തവരെയും കൂടെ ഒന്നിച്ചെഴുതാം, ആഡ് ചെയ്ത് എഴുതാം. therefore particular integral is equal to ആദ്യം കിട്ടിയത് x by 9 e raised to minus 2x, രണ്ടാമത് ചെയ്തത് x² by 6 e raised to x, മൂന്നാമത് കിട്ടിയത് e raised to minus x by 4 which is the particular integral.
ഇനി അതിൽ തന്നെ കേസ് ടു എക്സ് നമ്മളിപ്പോൾ നോക്കിയത് എക്സ് ഈസ് ഈക്വൾ ടു ഇ റൈസ് ടു എ എക്സ് ഫോമിൽ വരുന്നത് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് എക്സ് എന്ന് പറയുന്നത് സൈൻ എ എക്സ് പ്ലസ് ബി എന്നോ കോസ് എ എക്സ് പ്ലസ് ബി എന്നോ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1/f(d² ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൾ ടു ഡി സ്ക്വയറിന് പകരം -a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് ഡിനോമിനേറ്റർ ആണ് എഫ് ഓഫ് -a². എഫ് ഓഫ് -a² 0 ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ സൈൻ ആണെന്നുണ്ടെങ്കിൽ സൈന് ഓർ കോസ് ആണെന്നുണ്ടെങ്കിൽ അത്. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് അതും 0 ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² ആകും. സെയിം കേസ് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അതായത് ഈ ഫോം എക്സ് ഈസ് ഈക്വൾ ടു ഇ റൈസ് ടു എക്സ് വരുമ്പോൾ ഡിക്ക് എ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇവിടെ നമ്മൾ ഡി സ്ക്വയറിന് -a² എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എങ്ങനെയാണ്? ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് d³ + 1 × y = cos 2x + 1. നമുക്ക് വന്നിരിക്കുന്നത് cos ax + b ഫോമിലാണ്. സോ എ എന്ന് പറയുന്നത് 2. അപ്പോൾ a² എന്ത് വരും? 2² which is equal to 4. അപ്പോൾ നമുക്ക് d²ന് -a² എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, which is equal to -a²ൻ്റെ വാല്യൂ 4. അപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് പ്രോബ്ലത്തിലോട്ട് വരിക. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1/d³ + 1 × cos 2x, ക്വസ്റ്റ്യനിൽ -1 ആയിരുന്നു, 2x - 1 cos 2x - 1. അപ്പോൾ നമുക്ക് d² സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. അപ്പോൾ 1/d³ നമുക്ക് d × d² + 1 എന്ന് എഴുതാം. ബാക്കി cos 2x - 1 which is equal to 1/d × d² പകരം -4 + 1 × cos 2x - 1. സോ ഇത് നമുക്ക് 1/1 - 4d × cos 2x - 1 എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മൾട്ടിപ്ലൈയിങ് ബൈ 1 + 4d. 1 + 4d കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ 1 + 4d / 1 - 4d × 1 + 4d ബാക്കി cos 2x - 1. അടുത്ത സ്റ്റെപ്പിൽ ഡിനോമിനേറ്റർ നമുക്ക് a + b × a - b ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1 + 4d / 1 - 16d². a - b × a + b ചെയ്യുമ്പോൾ a² - b² വരും. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് 4d ആണ്. അപ്പോൾ 4dയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? 16d². സോ 1 - 16d². പിന്നെ ഉള്ളത് cos 2x - 1 which is equal to 1 + 4d / 1 - 16 × d² പകരം -4 ആണ്. സോ -4 ബാക്കി cos 2x - 1 which is equal to 1 + 4d / 16 × 4 എന്ന് പറയുന്നത് 64 വരും. മൈനസും കൂടി പ്ലസ് ആവും. സോ 64 + 1 എന്ന് പറയുന്നത് 65 × cos 2x - 1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1/65 ഇവിടെ ഇട്ടിട്ട് 1 + 4d കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 1 + 4d × cos 2x - 1. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1/65 × cos 2x - 1 + 4 × d × cos 2x - 1 equal to 1/65 × cos 2x - 1 അതുപോലെ +4 × ഡിക്ക് പകരം, അതായത് നമ്മൾ d² -a² കൊടുത്ത്, അപ്പോൾ ഡിക്ക് പകരം -a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ d = -2 എന്ന് കിട്ടും. അപ്പോൾ -2 × cos 2x - 1 which is equal to 1/65 × cos 2x - 1 പ്ലസ് മൈനസ് കൂടെ മൈനസ് ആവും, 4 × 2 8 ആവും, cos 2x - 1. This is the particular integral. Next question, find the particular integral of d³ y/dx³ plus 4dy/dx equal to sin 2x. അപ്പോൾ സിംബോളിക് ഫോമിലോട്ട് എഴുതാം. നമുക്ക് d³ plus 4 × y equal to sin 2x. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് sin ax + b ഫോമിലാണ്. സോ എയുടെ സ്ഥാനത്ത് 2 വരും. നമുക്ക് d² -a² ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ d² ഈസ് ഈക്വൽ ടു -aക്ക് പകരം 2 വരും. 2 കൊടുക്കുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ d² എന്ന് പറയുന്നത് -4. സോ നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ നോക്കാം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1/d³ +
4d ഇൻറ്റു സൈൻ 2x വിച്ച് ഈസ് ഈക്വൽ ടു 1/d കോമൺ ആയിട്ട് എടുക്കുമ്പോൾ പിന്നെ ഉള്ളത് d² + 4 ഇൻറ്റു സൈൻ 2x. ഇനി എന്ത് ചെയ്യുക, d² -4 കൊടുക്കുക. അപ്പോൾ d ഇൻറ്റു d² + 4ൽ d² -4 കൊടുക്കുമ്പോൾ എന്ത് വരും, -4 + 4 = 0. ഡിനോമിനേറ്റർ എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1/d അതേപോലെ ഇവിടെ കിടക്കും. സോ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കേണ്ടത് ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന ആളുടെ ഡെറിവേറ്റീവാണ്. അതായത് d² + 4 ആണ് 0 ആയി പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d² 2d, 4ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 1/d ഓൾറെഡി ഉണ്ട്, ഇൻറ്റു ഡെറിവേറ്റീവായ 1/2d. അടുത്ത സ്റ്റെപ്പിൽ ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ 2x. സോ ഈക്വൽ ടു 1/2d² ഇൻറ്റു എക്സ് സൈൻ 2x എന്ന് വരും. d² പകരം ഇവിടെ നമ്മൾ -4. അപ്പോൾ 1/2 ഇൻറ്റു -4 എക്സ് സൈൻ 2x വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8. അപ്പോൾ മൈനസ് മുകളിൽ കൊടുക്കുക. 1/8 എക്സ് സൈൻ 2x വിച്ച് ഈസ് ഈക്വൽ ടു -x സൈൻ 2x/8. ഇതാണ് അതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേസാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് മൂന്നാമത്തെ കേസുണ്ട്. മൂന്നാമത്തെ കേസ് പറയുന്നത് വെൻ x ഈസ് ഈക്വൽ ടു x⁻m ഫോം, അതായത് നമുക്ക് റൈറ്റ് സൈഡിൽ x⁻m ഫോമിലാണ് വരുന്നതെങ്കിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 1/f(d) × x⁻m. അതിന് നമുക്ക് 1/f(d) മുകളിൽ കൊണ്ട് (-1) എന്ന് എഴുതാം. അതിന് ശേഷം ഹിയർ എക്സ്പാൻഡ് f(d) -1 ഇൻ അസെൻഡിങ് പവേഴ്സ് ഓഫ് d. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇതാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്.